ഹലോ. അപ്പോൾ ഈ ഇമ്പോസിബിൾ നിന്ന് പോസിബിൾ ആവാൻ പറ്റാത്തതിന്റെ ഒരു കാരണമേ ഉള്ളൂ. എന്താണെന്നറിയോ? മടി. മടി ഒറ്റൊരു കാരണം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇമ്പോസിബിൾ ആയി തന്നെ നിൽക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ അങ്ങനെയാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാൽ പലരും അങ്ങനെയാണ്. മടി കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന പല കാര്യങ്ങളും വേണ്ടാന്ന്, നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ മാറ്റി വെച്ചേക്കുവാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്ന് നല്ല പോലെ മടി ഉണ്ടാവും. ഇപ്പോ എനിക്കാണെങ്കിൽ എനിക്ക് നല്ല മുടി വളരണം, നല്ല കട്ടിയുള്ള മുടി വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇത്രയും നാളെ എന്റെ ഉള്ളിൽ മടിയായിരുന്നു കേട്ടോ. ആ മടി ഞാൻ ഇന്നലെ അങ്ങ് മാറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നാലെങ്കിൽ എന്റെ മുടി നന്നായിട്ട് വളരുമോ എന്ന് നമുക്ക് നോക്കാം. സാധാരണ എല്ലാവരും യൂട്യൂബിൽ എല്ലാം ചെയ്തതിന് ശേഷമാണ് അവര് ചെയ്യുന്നത്, വീഡിയോസ് ഇടുന്നത്. അഫ്കോഴ്സ് അങ്ങനെ കാണുമ്പോഴാണല്ലോ ആളുകൾക്ക് വിശ്വാസം വരിക. ഇപ്പൊ എന്നിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ ലൈവായിട്ട് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ ഓരോ ദിവസം എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ മുടിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ കഴിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ വർക്ക്ഔട്ട് ചെയ്യും, എന്തൊക്കെ പിന്നെ മെത്തേഡ്സ് ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും. നിങ്ങൾക്കത് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് എനിക്ക് പറഞ്ഞു തരാം. സോ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ മടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും പോസിബിൾ ആണ്. അഫ്കോഴ്സ് പോസിബിൾ ആണ്. എന്റെ ലൈഫിൽ അങ്ങനെ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പയ്യെ പയ്യെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടിപ്പൊന്നുമല്ല, ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മുടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. രാവിലെ എണീറ്റ ഉടനെ കുറച്ച് ചൂടുവെള്ളത്തിൽ, അതായത് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരല്പം നെയ്യ്, പിന്നെ ഒരു സ്പൂൺ കറിവേപ്പിലപ്പൊടി, പിന്നെ ഒരല്പം പിങ്ക് സോൾട്ട്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. എന്ത് കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഇരുന്നിട്ട് കഴിക്കാനും ഇരുന്ന് കുടിക്കാനും ശ്രമിക്കുക. എന്നാലാണ് അത് നമ്മുടെ ശരീരത്തിൽ ഏൽക്കുള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് മുൻപേ അറിയുന്ന കാര്യമായിരിക്കും. പിന്നെ ഈ ഗീ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗുഡ് ഫാറ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ട കാര്യമാണ് ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നത്. സോ ഇതിന് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു അല്പം വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് അഫ്കോഴ്സ് അത് നല്ലൊരു പോസിറ്റീവായിട്ട് തരുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്ന് പറയുന്നത് കറിവേപ്പില. അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അതിപ്പോ ഞാൻ എന്റെ സൗകര്യത്തിന് പൊടിച്ചു ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇട്ടിട്ട് തിളപ്പിക്കാം, അല്ലെങ്കിൽ തലേദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കുടിക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. പിന്നെ പിങ്ക് സോൾട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിവേപ്പിലയിലാണെങ്കിലും പിന്നെ നെയ്യിലാണെങ്കിലും ഉള്ള ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത അപ്ഡേറ്റുമായി അല്ലെങ്കിൽ അടുത്ത ടിപ്പുമായിട്ട് ഞാൻ നാളെ വരാം. ബൈ.